വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നാളെ നടക്കാനിരിക്കുന്ന താരീഖിൻ്റെ ഒരു മോഡൽ പേപ്പർ ആണ് നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതിലെ ചോദ്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനു മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ മദ്രസ മലയാളം എന്ന് പറയുന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ആയിട്ടുണ്ട്, പബ്ലിഷ് ആയിട്ടുണ്ട്. ഓരോ പാഠത്തിൻ്റെയും തദ്രീബാത്ത്, അതിലുള്ള അർത്ഥങ്ങളെല്ലാം ലഭിക്കണമെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ആക്കി ഓരോ ദിവസവും അപ്ഡേറ്റ് വന്നുകൊണ്ടേയിരിക്കും. താരീഖിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. യോജിപ്പിക്കാം എന്നാണ് ഒന്നാമത്തെ പ്രവർത്തനം. യോജിപ്പിച്ച് കൊടുക്കുക. കള്ളിയിൽ നിന്ന് ഇങ്ങോട്ടെടുത്ത് എഴുതുക. 1. പ്രവാചകന്മാരിലൂടെ ഉണ്ടാകുന്ന അമാനുഷികമായ അത്ഭുതം. അതേതാണ്? ഇതിൽ കാണാം മുഅ്ജിസത്ത്. ചോദ്യം 2. മരണത്തിൻ്റെ മുമ്പുള്ള ആഗ്രഹപത്രം. അതിന് പറയുന്ന പേര് വസിയ്യത്ത് എന്നാണ്. 3. ചേരമാൻ പെരുമാൾ ആരാണ്? മുകളിൽ കാണാം താജുദ്ദീൻ എന്ന പേരിലാണ് അദ്ദേഹം പിന്നീട് മുസ്ലിം ആയതിനു ശേഷം താജുദ്ദീൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. 4. ആത്മശുദ്ധീകരണത്തിൻ്റെ മാർഗം. ഏതാണത്? ആത്മശുദ്ധീകരണത്തിൻ്റെ മാർഗം തസവ്വുഫ് എന്ന് കാണാം. 5. ഡൽഹി ജുമാ മസ്ജിദ് സ്ഥാപിച്ചത് ആരാണ്? മുകളിൽ കാണാം, താഴെ കാണാം ഷാജഹാൻ. 6. ഡൽഹി സുൽത്താനിൻ്റെ സ്ഥാപകൻ ഖുത്ബുദ്ദീൻ ഐബക്ക്. അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം. വരി പൂർത്തിയാക്കി കൊടുക്കുക. 1. ഷാജഹാൻ നിർമ്മിച്ച പ്രശസ്ത കോട്ടയാണ് ഡാഷ് ചെങ്കോട്ട. 2. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആദ്യം ഇസ്ലാം എത്തിയത് ഡാഷ് എവിടെയാണ്? കേരളത്തിലാണ്. 3. കേരളത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ചരിത്ര ഗ്രന്ഥമാണ്. അതിൻ്റെ പേര് തുഹ്ഫത്തുൽ മുജാഹിദീൻ. 6. ഇന്ത്യയിലെ ഇസ്ലാമിക പ്രചാരണം വ്യാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചവരാണ് ഡാഷ്. ആരാണത്? സൂഫികൾ. ഈ 4 വരികൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നിർബന്ധമായും കാണാത്തന്നെ പഠിച്ചിരിക്കണം. ഇനി അടുത്ത പ്രവർത്തനം 2 വീതം എഴുതാമെന്നുള്ളതാണ്. 1. ഔറംഗസീബ് ആലംഗീരിയുടെ ഗുണങ്ങളും. 1. വുളൂയിലായിരിക്കുക, അതുപോലെ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുക തുടങ്ങി കുറേ നല്ല നല്ല ശീലങ്ങളുണ്ട്. 2. കൊടുങ്ങല്ലൂരിലേക്ക് വന്ന സ്വഹാബി സംഘത്തിലുള്ളവർ. ഓരോരുത്തരുടെ പേര്. 1. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു. മറ്റൊന്ന് ഷറഫ് ബിൻ മാലിക്, അല്ലെങ്കിൽ മാലിക് ബിൻ ഹബീബ്. 3. മഖ്ദൂമുമാർ കേരളത്തിൽ നടത്തിയ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? 1. മതബോധം, അതുപോലെ തന്നെ സാമൂഹിക നവോത്ഥാനം, അതുപോലെ വിദ്യാഭ്യാസ പ്രവർത്തനം, വിദേശ ആക്രമണങ്ങൾക്കെതിരെയുള്ള പ്രതിരോധം. ഇനി 3-ാമത്തെ ചോദ്യം. മഖ്ദൂമുമാർ കേരളത്തിൽ നടത്തിയ പറഞ്ഞല്ലോ അല്ലേ. 4. കേരളത്തിൽ സയ്യിദ് കുടുംബങ്ങൾ. കേരളത്തിലെ സയ്യിദ് കുടുംബങ്ങൾ. അതിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാം. ആ 2 സയ്യിദ് കുടുംബം താഴ്ന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. 1-ാമത്തെ ചോദ്യം. 1-ാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആരാണ്? അതിൻ്റെ ഉത്തരം ബഹദൂർ ഷാ സഫർ. 2. അജ്മീർ ഖ്വാജ റളിയല്ലാഹു അൻഹു തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ്? അത് രാജസ്ഥാനിലെ അജ്മീറിലാണ്. 3. ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി ഏത്? അത് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി ചേരമാൻ മസ്ജിദാണ്. സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂർ, കേരളത്തിലെ കൊടുങ്ങല്ലൂർ എന്ന പ്രദേശത്താണ്.
4. പൊന്നാനിയിലെ വലിയ പള്ളി സ്ഥാപിച്ചത് ആര്? അത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ. ചോദ്യം 5. സൂഫിയാക്കൾ എന്ന് പറയുന്നു ആർക്കാണ് സൂഫിയാക്കൾ എന്ന് പറയാം? ലൗകികമായ സുഖങ്ങൾ വെടിഞ്ഞ് അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരാണ് സൂഫിയാക്കൾ. അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാമെന്നുള്ളതാണ്. ഇന്ത്യയിലെ മുസ്ലിം ഭരണം തുടങ്ങിയ വർഷം. ക്രിസ്തുവർഷം 1206. 2. മലബാറിലെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം അതേതാണ്? പൊന്നാനിയാണ്. 3. മഖ്ദൂം കുടുംബത്തിൻ്റെ പിതാവ് ആര്? മഖ്ദൂം കുടുംബത്തിൻ്റെ പിതാവ് ഷെയ്ഖ് അലി ബിൻ അഹമ്മദ് അൽ മഅബരി. അവരുടെ മകൻ സൈനുദ്ദീൻ അബൂ യഹ്യ. 4. രഹ്ലത്തുൽ മുലൂക്ക് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? രഹ്ലത്തുൽ മുലൂക്ക് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ഷെയ്ഖ് ഉമർ ബിൻ മുഹമ്മദ് സുഹ്റവർദി റളിയല്ലാഹു അൻഹു. അടുത്ത 5. കേരളത്തിലെത്തിയ ആദ്യ സൂഫി ആരാണ്? കേരളത്തിലെത്തിയ ആദ്യ സൂഫി അലിയുൽ കൂഫി റളിയല്ലാഹു അൻഹു. അവസാന പ്രവർത്തനമാണ്, പൂർത്തിയാക്കാം. 1. പൊന്നാനിയിലെ പൊന്നാനിയിലെ മഖ്ദൂമുകളുടെ മുമ്പ് തന്നെ നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് ഡാഷ് തൊടുപുഴ പള്ളി. ഡാഷ് വർഷം പഴക്കമുള്ള ഈ പള്ളി നിർമ്മിച്ചത് ഡാഷ് ആണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് 900 വർഷം കൂടെ പഴക്കമുള്ള ഈ പള്ളി നിർമ്മിച്ചത് ആരാണ്? ഫരീദ് ഔലിയ റളിയല്ലാഹു അൻഹു ആണ്. ഇതോടുകൂടെ നമ്മുടെ താരീഖിലെ ചോദ്യങ്ങൾ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.